Modern Literary Theory, Poststructuralism, recording number 6. So, നമ്മൾ ഡെപ്ത് ഓഫ് ദി ഓതർ ആണ് പറഞ്ഞത്. അതിൽ ഇനി പറയുന്ന പാർട്ടിൽ ലൈസൻസ് ആൻഡ് റവൽ ഇൻ ദ എൻലെസ് ഫ്രീ പ്ലേ ഓഫ് മീനിങ്സ് ആൻഡ് എസ്കേപ്പ് ഫ്രം ഓൾ ഫോംസ് ഓഫ് ടെക്സ്ച്വൽ അതോറിറ്റി. അതായത് നമ്മൾ ഡീകൺസ്ട്രക്ഷനെ പറ്റി പറയുമ്പം നമ്മൾക്ക് തോന്നാവുന്ന ഒരു തരം മിസ്അണ്ടർസ്റ്റാൻഡിങ് അത് ആണ് ഇവിടെ ഇനി പറയാൻ പോകുന്നത്. അതായത് നമ്മൾ വിചാരിക്കും ഓക്കെ ഡീകൺസ്ട്രക്ഷനാണ്, ഇതുവരെയുള്ള ട്രഡീഷണൽ റീഡിങ്സ് ഒക്കെ ചലഞ്ച് ചെയ്യാം, സോ എനി കൈൻഡ് ഓഫ് റീഡിങ് ഐ ക്യാൻ കം അപ്പ് വിത്ത്. അപ്പം അങ്ങനെയാണെങ്കിൽ എനിക്കിപ്പോൾ എൻ്റെ മുന്നിലുള്ളൊരു പോയം, once it is given for analysis, interpretation and during examination time or as a question for the examination, why can't I go for writing my own? എനിക്ക് ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല, സ്റ്റിൽ എനിക്കറിയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ എഴുതി വെച്ചാൽ I will be given marks because deconstruction is there in front of all of us. എനിക്ക് ഒരേ ടീച്ചർക്ക് പറയാം, അപ്പോൾ ഡീകൺസ്ട്രക്റ്റഡ് ആണെന്ന് അങ്ങ് പറഞ്ഞാൽ പോരെ. ഇങ്ങനെയൊരു തോട്ടിലേക്ക് നമ്മൾ ഈ ഡീകൺസ്ട്രക്ഷന് നമ്മൾ ഇങ്ങനെ തെറ്റിദ്ധരിച്ച് പോകാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനെ വളരെ ക്ലിയറായിട്ട് കുറച്ച് പേര് അതിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ആ പറയുന്ന പാർട്ടിലേക്കാണ് ഇനി വരുന്നത്. അതായത് ഇറ്റ്സ് നോട്ട് എ ലൈസൻസ്, ഇതൊരു പറയുന്നതെന്ന് വെച്ചാൽ ലൈസൻസ് നമ്മളിപ്പം അതിൽ ഇതേപോലെയാണ് ലേറ്റർ ഇന്നവിറ്റബിൾ ഷിഫ്റ്റ്, അതായത് ഒരു ഇന്നവിറ്റബിൾ ഷിഫ്റ്റ് ഈ വ്യൂവിൽ വന്നു എന്നാണ്. ആദ്യം എന്താ തോന്നിയത്, ഇറ്റ്സ് എ ലൈസൻസ് ആൻഡ് റവൽ ഇൻ ദ എൻലെസ് ഫ്രീ പ്ലേ ഓഫ് മീനിങ്സ്. അതായത് എന്തുകൊണ്ടാണ് എൻലെസ് ഫ്രീ പ്ലേ വരുന്നത് എന്ന് പറഞ്ഞാൽ റീസൺ ഇതാണ്, ഒന്ന് വേറൊന്നിനെ സിഗ്നിഫൈ ചെയ്ത് ഇങ്ങനെ പോകും. അപ്പോൾ എവിടെയും നമുക്കൊരു കോൺസ്റ്റൻറ്റ് മീനിങ് ഇല്ല. അപ്പോൾ അത് എവിടെ വേണമെങ്കിൽ നമുക്ക് പോയി നിൽക്കാം, ഒരു ടെക്സ്ച്വൽ അതോറിറ്റീനെ എല്ലാ രീതിയിലും അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്തുകൊണ്ട് പോകുന്ന ഏത് റീഡിങ്സും പറ്റുമെന്നുള്ളതല്ലേ നമുക്ക് തോന്നുന്നതാണ്. അപ്പോൾ അതിന് നമ്മൾ ലേറ്റർ ദർ ഇസ് എൻ ഇന്നവിറ്റബിൾ ഷിഫ്റ്റ് ഇൻ ദിസ് വ്യൂ. കാരണം ഡീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന പ്രാക്ടീസ് അല്ലെങ്കിൽ തിയറി അവർ മീൻ ചെയ്യുന്നത് ഇതേ അല്ല. അവർ പറയുന്നത് ദർ ഇസ് എ ടെക്സ്ച്വൽ പെർമിസീവ്നെസ് എന്നുള്ളതിൽ നിന്ന് മോർ ഡിസിപ്ലിൻഡ് ആൻഡ് ഓസ്റ്റിയർ ടെക്സ്ച്വൽ റിപ്പബ്ലിക്കാനിസം. അവർ പറയുന്നത് ഷിഫ്റ്റ് ഫ്രം ടെക്സ്ച്വൽ പെർമിസീവ്നെസ്സേ അല്ല ഇവർ ഉദ്ദേശിക്കുന്നത്, ബട്ട് എ മോർ ഡിസിപ്ലിൻഡ് ആൻഡ് ഓസ്റ്റിയർ ഗ്രേവ് സീരിയസ് ടെക്സ്ച്വൽ റിപ്പബ്ലിക്കാനിസം. അതായത് നമുക്കിപ്പം ഒരു രാജ്യത്തിൻ്റെ കാര്യം എടുക്കാം, പെർമിഷൻ, എവ്രി വൺ ഈസ് ഗ്രാൻഡഡ് പെർമിഷൻ ടു ഡു വാട്ട് എവർ ദേ വോണ്ട് ടു ഡു. അങ്ങനെ ഒരു രീതി വന്നു കഴിഞ്ഞാൽ വാട്ട് വിൽ ബി ദ സിറ്റുവേഷൻ ഓഫ് ദി നേഷൻ? അങ്ങനെയുള്ളിടത്ത് നമുക്ക് ആർക്കെങ്കിലും സോഷ്യലി സെക്യൂറായിട്ടോ ജീവിക്കാൻ പറ്റുമോ? ഇല്ല. അതേസമയം റിപ്പബ്ലിക് എന്ന് പറയുന്നത് രാജ്യങ്ങളുടെ അല്ലെങ്കിൽ നേഷൻ വൈഡായിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. പലതരത്തിലുള്ള റൂളിങ്ങിൽ ഒന്നാണ്, വൺ ഓഫ് ദി വേസ്. അതായത് ഇപ്പം മൊണാർക്കി ഉണ്ട്, അങ്ങനെ ഒരുപാട് രീതികളുണ്ട്, ഡെമോക്രസി ഉണ്ട്. അപ്പോൾ അതിലൊന്ന് റിപ്പബ്ലിക് ആവുക എന്നുള്ളത്. ഒരു നേഷൻ റിപ്പബ്ലിക് ആകുമ്പോൾ കുറച്ചും കൂടി എന്താണ്, ഫ്രീഡം ഫോർ ദി ഇൻഡിവിജ്വൽസ് വിൽ ബി ദർ. ബട്ട് അതിനെവിടെയായാലും എന്തുണ്ടാവും, ഒരു വിസിബിൾ ഓർ ഇൻവിസിബിൾ കൺട്രോൾ ഉണ്ട്. അപ്പോൾ നമുക്ക് ഓൾറെഡി ഇപ്പം ISA എന്ന് പറയുന്ന പാർട്ടൊക്കെ പഠിച്ചുകൊണ്ട് അറിയാം സ്റ്റേറ്റ് അപ്പാരറ്റസസ് എങ്ങനെയാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ എവിടെയോ ഒരു എന്താണ് നമുക്ക് അതാണ് ആ പോയിന്റിലാണ് നമ്മൾ പറയുന്നത് നമ്മുടെ റീഡിങ്ങിന് വി ഷുഡ് ബി കേപ്പബിൾ ഓഫ് സബ്സ്റ്റാൻഷിയേറ്റിംഗ് അവർ റീഡിങ് പോയിന്റ്, അല്ലാണ്ട് എന്തെങ്കിലും പറയലല്ല. അവിടെയാണ് ടെക്സ്ച്വൽ പെർമിഷൻ എന്ന് പറയുന്നിടത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് പെർമിഷൻ കിട്ടിയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ക്ലാസ്സിൽ നിന്നുള്ള ഒരു കാര്യം ആവശ്യം നോക്കാം, ഇപ്പം ടീച്ചർ പെർമിഷൻ തന്നിട്ടുണ്ട്. ചിലപ്പോൾ ടീച്ചർ തന്നിട്ടുണ്ടെങ്കിൽ യു മൈറ്റ് ഹാവ് ടോൾഡ് ദറ്റ് നമുക്കിപ്പോൾ അർജൻറ്റായിട്ടൊരു സ്ഥലത്ത് പോകണം, അല്ലെങ്കിൽ പിന്നെ എനിക്ക് ക്ഷീണമാവുന്നുണ്ട്, കാപ്പി കുടിക്കണം. അപ്പോൾ അങ്ങനെ ക്യാൻറ്റീനിലേക്ക് വിട്ടാൽ നിങ്ങൾ പെർമിറ്റഡ് ആണ്. പക്ഷേങ്കിൽ എന്ത് ചെയ്യും, യു വിൽ നോട്ട് ഗോ ഓൺലി ദർ. ആദ്യം നിങ്ങൾ വേറൊരിടത്തേക്കൊക്കെ പോയി എല്ലാ ക്ലാസ്സുകളും പിന്നെ കുറച്ച് ആൾക്കാർ ചോദിക്കുന്ന രീതിയിൽ ഇതെന്താ അവിടെ പെർമിറ്റ്, അപ്പോൾ പെർമിഷൻ ഉണ്ട് എന്ന് പറയും. പക്ഷെ അവിടെ എന്തില്ല, നിങ്ങൾക്കൊരു കൺട്രോൾ അവിടെ ലാക്ക് ചെയ്തു. അതേസമയം റിപ്പബ്ലിക്കാനിസം എന്ന് പറയുന്നിടത്ത് നമുക്ക് എന്തുണ്ട്, ദർ ഇസ് എ കൺട്രോൾ. അത് ഇൻവിസിബിൾ ആയിരിക്കും അല്ലെ വിസിബിൾ ആയിരിക്കും, സ്റ്റിൽ യു ആർ കൺട്രോൾഡ് ഇൻ വൺ വേ ഓർ അതർ. യു ആർ വറീഡ് അബൌട്ട് അങ്ങനെ പോകാനൊന്നും പറ്റില്ല. വിത്തിൻ ദിസ് ടൈം എനിക്ക് പെർമിഷൻ ഉണ്ടെങ്കിലും ഇത്ര ടൈമിൻ്റെ ഉള്ളിൽ ഞാൻ ഇവിടെ റിപ്പോർട്ട് ചെയ്യണം എന്നുള്ളൊരു കോൺഷ്യസ്നെസ് നിങ്ങളെങ്ങനെ സ്ട്രക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒരു തരത്തിൽ എന്താണ്, നിങ്ങൾ സെൽഫ് കൺട്രോൾഡ് ആയിരിക്കും. പക്ഷേങ്കിൽ ഈ ഒരു ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് ഉണ്ടാവും. അപ്പോൾ അതുമാത്രമാണ് നമ്മൾ ഡീകൺസ്ട്രക്ഷൻ കൊണ്ട് ആ തിയറിസ്റ്റുകളും ഉദ്ദേശിക്കുന്നത്, ഇത് മാത്രമാണ്. പോസ്റ്റ്സ്ട്രക്ചറലിസം ആസ് എ ഹോൾ ദേ മീൻ ദാറ്റ്. Now, Barbara Johnson's perfect definition is here, that is, as not a hedonistic abandonment of all restraints, but a disciplined identification. Deconstruction പറയുന്നത് എന്താണ്, according to Barbara Johnson, deconstruction is not a hedonistic abandonment of all restraints,
but a disciplined identification and dismantling of the sources of textual power എന്നാണ്. അതായത് അതിൽ ഓരോ വേർഡ്സിൻ്റെ മീനിങ് കേട്ടാൽ മനസ്സിലാവും. അപ്പോൾ ഹെഡോണിസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഹെഡോണിസ്റ്റിക് അബാൻഡൻമെൻറ്റ്, ഹെഡോണിസം എന്ന് പറഞ്ഞാൽ ഒരു തരം ലൈഫ് സ്റ്റൈലാണ്. അതായത് യു ആർ ഗിവിങ് അപ്പ് എവറി വാല്യൂസ് ആൻഡ് മോറൽസ് ഫോർ ദ സേക്ക് ഓഫ് പ്ലഷർ. യു ആർ ഫോളോയിങ് ഓൺലി പ്ലഷർ. അതാണ് ഹെഡോണിസം എന്ന് പറഞ്ഞതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് പ്ലഷറിന് വേണ്ടിയിട്ട് പ്ലഷർ സീക്കിങ്ങിൻ്റെ ഇടയിൽ നമ്മൾ വേറെയുള്ള എല്ലാ വാല്യൂസും അബാൻഡൺ ചെയ്യുക. വാട്ട് ഡു ബൈ അബാൻഡണിങ്? അബാൻഡണിങ് മീൻസ് ഗിവിങ് അപ്പ്. നിങ്ങളതിന് കംപ്ലീറ്റ് ആയിട്ടാണ് അങ്ങനത്തെ ഒരു റെസ്ട്രെയിൻസും ഞാൻ ഇനി എടുക്കില്ല. എവ്രിവെയർ ഐ ആം ഫ്രീ ടു ഡു വാട്ട് എവർ ഐ വോണ്ട് എന്നുള്ള രീതിയാണ് ഹെഡോണിസ്റ്റിക് അബാൻഡൺ. അത് അല്ല എന്നാണ് പറയുന്നത്. ഓഫ് ഓൾ റിസ്ട്രെയിൻസ് എന്താണ്? ഒബ്സ്റ്റാക്കിൾസ് ആണ്, തടസ്സങ്ങളാണ്. പിന്നെ എന്താണ് ഡീകൺസ്ട്രക്ഷൻ എന്നാണ് പറയുന്നത്? ബട്ട് എ ഡിസിപ്ലിൻഡ് ഐഡൻറ്റിഫിക്കേഷൻ, ആഫ്റ്റർ എ സെമിക്കോളൺ യു ക്യാൻ സി, ബട്ട് എ ഡിസിപ്ലിൻഡ് ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് ഡിസ്മാൻറ്റിലിംഗ് ദ സോഴ്സസ് ഓഫ് ടെക്സ്ച്വൽ പവർ. വളരെ ഡിസിപ്ലിൻഡായിട്ട് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുവാണ്. ഡിസ്മാൻഡിൽ ചെയ്യാൻ തന്നെയാണ്. നമുക്ക് ഒരിക്കലും ആ ടെക്സ്ച്വൽ പവറിനെ അതിനെ അംഗീകരിച്ച് കൊടുക്കാൻ നമ്മൾ വില്ലിങ് അല്ല. പക്ഷേ ആ ഡിസ്മാൻഡിലിങ്ങിന് എന്ത് വേണം? ഒരു പർട്ടിക്കുലർ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള മെത്തഡോളജി വേണം. അപ്പോൾ നമ്മൾ ലൈബ്രറിയുടെ എക്സാമ്പിൾ പറഞ്ഞ പോലെ ഞാൻ ഇന്ന രീതിയിലാണ് കാറ്റലോഗ്സ് വെച്ചിട്ടാണ് ഞാൻ ഈ ബുക്സിനെ എടുക്കുക. ആ ബുക്കിനെ മുഴുവൻ സ്കാറ്റർ ചെയ്തിടുന്ന രീതിയല്ല. പക്ഷേ എന്താ അതിന് അവിടെ സ്കാറ്റേർഡ് ആണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ പെർമിസീവ്നെസ് ആയിപ്പോവും. ഇവിടെ എന്താ റിപ്പബ്ലിക്കാനിസാണ്. ടെക്സ്റ്റുകൾക്ക് ഒരു പർട്ടിക്കുലർ അടുക്കും ചിട്ടയുണ്ട്. പക്ഷേ ആ ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യമാണ് നമ്മളീ പറയുന്നത്. റീഡ് ചെയ്യാൻ ഞാൻ ഏത് രീതി ഓപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ സ്വാതന്ത്ര്യമാണ് ഡീകൺസ്ട്രക്ഷൻ പോസ്റ്റ് സ്ട്രക്ചറലിസം എംഫസൈസ് ചെയ്യുന്നത്. പ്ലീസ് നോട്ട് ഡൗൺ ദാറ്റ് അറ്റ്ലീസ്റ്റ്. ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. Now comes another figures like Jacques Derrida, one of the major figures in deconstruction. His main work as mentioned, Structure, Sign and Play in the Discourse of the Human Sciences. ഒരു ലെക്ചറായിട്ടാണ് ഇത് വരുന്നത് ആദ്യം, പിന്നെയാണത് എസ്സേ ആയിട്ട് പബ്ലിഷ് ചെയ്യുന്നത്. സോ ഇൻ്റലക്ച്വൽ ഇവൻറ്റ് ഇൻ മോഡേൺ ടൈം. ഡീകൺസ്ട്രക്ഷൻ കെയിം ആസ് എൻ ഇൻ്റലക്ച്വൽ ഇവൻ്റാണ്. കാരണം മറ്റ് ഉള്ളവരൊക്കെയും ഈ പറയുന്ന എന്താ പറയുക വളരെ സ്ട്രിക്റ്റ് ബൗണ്ടായിട്ട് ടെക്സ്റ്റിനെ അനലൈസ് ചെയ്യുന്നു. കുറേ ആൾക്കാർ ഓൾറെഡി കൊടുത്ത ആശയങ്ങൾ തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതിനെല്ലാം മടുത്തുകൊണ്ടിരിക്കുന്ന ഇൻ്റലക്ച്വൽ സൈഡിലൊന്നും നടക്കുന്നില്ല. അപ്പം അങ്ങനെ എല്ലാവരും ഓൾ ഓഫ് ദം വെർ ഓൾമോസ്റ്റ് ഡിസ്ഗസ്റ്റഡ് വിത്ത് വാട്ട് വാസ് ഓൾറെഡി അവൈലബിൾ. ഇതിൽ നിന്നിങ്ങനെ മടുത്തിരിക്കുന്ന സമയത്താണ് ഇത്രയും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു ടെക്സ്ച്വൽ analyzing possibility was given by or promoted by Derrida and his followers or contemporaries, some of the theorists. അന്ന് കുറച്ച് ആൾക്കാർ മാത്രമേ ഇതിലുള്ളൂ. കാരണം ഇത് പുതിയതായിട്ട് വരുന്നതാണ്. ആരും അന്ന് വരെയും ഇങ്ങനെ ഒരു കാര്യം കോൺസെപ്റ്റിനെ പറ്റി ആലോചിച്ചിട്ടില്ല. എല്ലാ സെൻറ്റേഴ്സും ബ്രേക്ക് ഡൗൺ ചെയ്യുക. ഇതുവരെ എല്ലാ രീതിയിലും പോസിറ്റീവായിട്ടുള്ളതൊക്കെ നാളെ വേറെ രീതിയിലേക്ക് പോവുക എന്നുള്ളതിന് സംഭവം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് നമ്മൾ ഭയങ്കരമായിട്ടുള്ള എന്താ പറയുക ഒരു തരം ബ്രേക്കിംഗ് ഡൗൺ ആണ്. അപ്പോൾ അതിന് എത്ര പേര് അംഗീകരിക്കണം എന്നില്ല. ഇന്നിത് ഏറ്റവും അപ്രൂവ്ഡ് ആയിട്ടുള്ള തിയറിയാണ്. അന്ന് കൊണ്ടുവരുമ്പോൾ ഇതിന് ഒരുപാട് ആൾക്കാർ എന്ത് ചെയ്തിട്ടുണ്ട്? ഒപ്പോസ് ചെയ്തിട്ടുണ്ട്. ദെൻ ദാറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട്സ് എ റാഡിക്കൽ ബ്രേക്ക് ഫ്രം ദി പാസ്റ്റ് വേസ് ഓഫ് തോട്ട്. അതുവരെയുള്ള എല്ലാത്തിനും റാഡിക്കൽ ബ്രേക്കാണ് ഫ്രം ദ പാസ്റ്റ് വേസ് ഓഫ് തോട്ട്. ദെൻ അസോസിയേറ്റിംഗ് ദിസ് ബ്രേക്ക് വിത്ത് ദി ഫിലോസഫി ഓഫ് നീഷെ, ഹെയ്ഡഗർ ആൻഡ് സൈക്കോ അനാലിസിസ് ഓഫ് ഫ്രോയിഡ്. അപ്പോൾ ഫ്രോയിഡിൻ്റെ ഒക്കെ അന്ന് ഉള്ള ഏറ്റവും മോഡേൺ ആയിട്ടുള്ള തിയറിസ്റ്റുകളാണ്. നിങ്ങൾ എക്സിസ്റ്റൻഷ്യൽ ഫിലോസഫിയൊക്കെ കൊണ്ടുവന്ന ആൾക്കാരുടെ തോട്ട്സുമായിട്ട് കണക്ട് ചെയ്ത് അസോസിയേറ്റിംഗ് ദിസ് ബ്രേക്ക്, ഇതിന് അവരുടെ ഒരു ബ്രേക്ക് അതുമായിട്ട് തന്നെയാണ് കണക്ട് ചെയ്തത്. കാരണം ഇവരൊക്കെ പറഞ്ഞതും ഇതേപോലെ എക്സിസ്റ്റൻഷ്യൽ ആങ്സ്റ്റാണ്. മോഡേൺ ടൈമിൽ നോ ലോങ്ങർ ഈ വെസ്റ്റേൺ കൾച്ചറോ അല്ലെങ്കിൽ ഈ ഹ്യൂമൻ ബീയിങ് ഓർ ഹ്യൂമൻ സബ്ജക്റ്റ് ആസ് എ കൈൻഡ് ഓഫ് പവർഫുൾ കോൺസെപ്റ്റ്, ഇതൊന്നും ഇവർ വാല്യൂ ചെയ്തിട്ടില്ല. ഈ പറയുന്ന എന്താ നീഷേൻ്റെയൊക്കെ ഫിലോസഫി എന്ന് പറഞ്ഞാൽ അത്ര എക്സിസ്റ്റൻഷ്യൽ ഫിലോസഫറാണ്. അപ്പോൾ അവരെല്ലാം പറയുന്നത് ഇതെല്ലാം ഫ്ലൂയിഡാണ്, എവറിത്തിങ് ഈസ് ഫ്ലോട്ടിങ് ഫ്രീ. അങ്ങനെ നിങ്ങൾ പറയുന്ന പോലെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒരു ഫുൾ സ്റ്റേബിൾ ആയിട്ടുള്ളതും ബാക്കിയെല്ലാം അതർ എന്നുള്ളതൊന്നും ഇവരൊന്നും അംഗീകരിക്കാത്ത. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുടെ എക്സിസ്റ്റിംഗ് തിയറീസ് വെച്ചുകൊണ്ടാണ് ഇവരിത് ഡെവലപ്പ് ചെയ്തെടുത്തത്. ഓക്കെ, ദെൻ കൺസേൺ ഇസ് ദ ഡീസെൻറ്ററിങ് അവർ ഇൻ്റലക്ച്വൽ യൂണിവേഴ്സ്. Prior, the existence of a norm or center in all things was taken for granted. അതിന് മുന്നേ എന്താണ്? The existence of a norm or center. അതിങ്ങനെ എല്ലാവരും അങ്ങേയറ്റം എടുത്ത് അത് അംഗീകരിച്ചുകൊണ്ടിരുന്നൊരു കാലഘട്ടത്തിലാണ് ഇവർ വരുന്നത്. അപ്പോൾ അവിടെ എന്താണ്? ഇവിടെ കൺസേൺ എന്ന് പറയുന്നതിന് ദേ ആർ കൺസേൺ, ദ റീകൺസ്ട്രക്റ്റീവ് കൺസേൺ ഇറ്റ്സെൽഫ് ഈസ് ടു ഡീസെൻറ്ററിങ് അവർ ഇൻ്റലക്ച്വൽ യൂണിവേഴ്സ്. ഇതുവരെയുള്ള തോട്ട് പ്രോസസ്സ് ഒക്കെയും ചാലഞ്ച് ചെയ്യണം. ഇതാണ് ഇവർക്ക് വേണ്ടത്.
Then man, from the Renaissance slogan, you know, man was taken to be somewhat measure of all other things in the universe. Human centered തിയറിയാണ് റിനൈസൻസ്, യു നോ. അന്ന് ആർട്ടൊക്കെ ഇത്രയും ഫ്ലറിഷ് ചെയ്യാനുള്ള കാരണം നമുക്ക് ഡോക്ടർ ഫോസ്റ്റസ് എന്നൊക്കെ പറയുന്ന ആ ഒരു ക്യാരക്ടർ പോർട്രയിൽ അറിയാം. എന്ന് പറഞ്ഞാൽ തേഴ്സ്റ്റ് ഫോർ നോളജാണ്. തേഴ്സ്റ്റ് ഫോർ നോളജ് എവിടെ നിന്നാണ് വരുന്നത്? ഫ്രം വേർ ഡസ് ദിസ് കം എന്നുവെച്ചാൽ ഈ റിനൈസൻസ് മാൻ എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് തന്നെ എന്ന് പറഞ്ഞാൽ വി കനോട്ട് ബി എൻസർക്കിൾഡ് ഇൻ ദ ഷാക്കിൾസ് എന്നാണ് അവർ പറയുന്നതിന്. നമ്മളെ ഒരു തരത്തിലും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ചേഞ്ച് എന്ന് വെച്ചാൽ ചങ്ങലയിൽ ഇടാൻ പറ്റൂല എന്നുള്ളതാണ്. വി കനോട്ട് ബി ചേഞ്ച് അറ്റ് ആൾ. അതെന്താ റീസൺ? നമ്മളെ പവർ ടു നോ സംതിങ്, പവർ ടു ഗ്രാസ്പ് സംതിങ്, എവ്രിതിങ് ഈസ് യുണീക്ക് ആൻഡ് ലിമിറ്റ്ലെസ് എന്ന് പറയുന്നിടത്തുനിന്നാണ് ഹ്യൂമൻ ബീയിങ്സ് യു ആർ നത്തിങ് ബട്ട് എ കൺസ്ട്രക്ഷൻ. യുവർ സബ്ജക്റ്റിവിറ്റി ഈസ് ജസ്റ്റ് എ കൺസ്ട്രക്ഷൻ. നിങ്ങൾ വിചാരിക്കുന്നത്, നിങ്ങളോട് പറയാം യു ആർ ദ പ്രസിഡൻറ്റ്, യു ആർ ദി മിനിസ്റ്റർ, യു ആർ ദി പ്രൊഫസർ, യു ആർ ദി കളക്ടർ, ഇങ്ങനെയെല്ലാം നിങ്ങൾ പറ. ആ ഐഡൻറ്റിറ്റിക്കൊന്നും ഒരു സ്റ്റെബിലിറ്റിയും ഇല്ല എന്ന് പറയുന്നിടത്താണ് ഈ ഡീകൺസ്ട്രക്ഷൻ. അത് പറയുന്നത് മാത്രമല്ല, നമ്മളെ അത് ബോധ്യപ്പെടുത്തുകയാണ്. സീ ഫോർ എക്സാമ്പിൾ ഇൻ ദ പ്രസൻറ്റ് ടൈം ഈവൻ ജസ്റ്റ് തിങ്ക്, നമ്മളിപ്പം സംടൈംസ് ഈവൻ നമ്മൾ ഈ കോൺസെപ്റ്റ് ഒന്നും വിടാൻ പറ്റാത്തത് കൊണ്ടാണ് സ്റ്റിൽ ഇപ്പോൾ അടുത്ത് കണ്ടൊരു പേപ്പർ റിപ്പോർട്ടാണ് കൊറോണ ബാധിച്ച പ്രമുഖർ. See, calamities, nature, those do not concern anyone, that doesn't leave out anyone. പക്ഷെ അവിടെയും നമുക്ക് പിന്നെയും എന്താണ്, അതെന്തുകൊണ്ട് ഇപ്പോൾ ഇത്രയും ആൾക്കാർ മരിച്ചു എന്ന് പറയുന്നിടത്ത്, ഒരു എപ്പിഡമിക്സിൽ ഇത്രയും ആൾക്കാർ മരിച്ചു എന്ന് പറയുന്നിടത്ത് ഒരു കോളം പർട്ടിക്കുലർലി ഇറ്റ് ഇസ് ഗിവൺ ടു പോയിൻ്റ് ഔട്ട് ദോസ് ഹു ആർ അഫക്റ്റഡ്, ദോസ് ഹു ആർ അണ്ടർ ഒബ്സർവേഷൻ, ദോസ് ഹു ലോസ്റ്റ് ദി ലൈഫ്. അപ്പോൾ ഇത് പക്ഷേ ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അതിൻ്റെ കണക്കെടുക്കാൻ പോലും പറ്റാത്തൊരവസ്ഥകൾ നമുക്കിപ്പോൾ സംടൈംസ് ഇൻ നാച്ചുറൽ കലാമിറ്റീസ് ആൻഡ് ഓൾ. നമുക്കറിയില്ല എത്ര പേര് വെച്ചാൽ ചിലപ്പം ഇപ്പോൾ ഈ പറഞ്ഞ പോലെ സുനാമിയൊക്കെ വരുമ്പോൾ എന്തൊക്കെ തകർന്നു വീണിട്ടുണ്ട്, എന്തൊക്കെയാണ് പോയത് ഒന്നും നമുക്ക് മനസ്സിലാകത്തില്ല. അങ്ങനത്തെ അപ്പോൾ ഈ കൺസ്ട്രക്ഷൻസിൽ അത്രമാത്രം സ്റ്റേബിലിറ്റി ഇല്ലാത്തതാണെന്ന് മനസ്സിലാക്കി തരുന്ന കുറേ വാദങ്ങളാണ് ഇവർ കൊണ്ടുവരുന്നത്. സി വൈറ്റ് വെസ്റ്റേൺ നോംസ് ഓഫ് ഡ്രസ്, ബിഹേവിയർ, ആർക്കിടെക്ചർ, ഇൻ്റലക്ച്വൽ ഔട്ട്ലുക്ക്, ഇതെല്ലാം നമ്മൾ ഒരു കാലഘട്ടം വരെ അങ്ങേയറ്റം പ്രൈസ് ചെയ്തുകൊണ്ടിരുന്നത്. ഓൾ ദീസ് ഡു നോട്ട് വർക്ക് ഔട്ട് എന്ന് ഇവർ പറയുന്നു. സോ ഡീവിയേഷൻസ്, അബറേഷൻസ്, വേരിയേഷൻസ് ഡിറ്റക്റ്റഡ് ആൻഡ് ഐഡൻറ്റിഫൈഡ് ആസ് അതർ ആൻഡ് മാർജിനൽ, ഇതിനെയൊക്കെ എന്ത് ചെയ്യുവാണ് ഇവർ വേറെ രീതിയിൽ റിവൈസ് ചെയ്ത്. അതായത് ഇതുവരെയും ഡീവിയേഷൻസ് എന്ന് പറഞ്ഞതൊക്കെ ഇപ്പം ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ നോർമലായിട്ട് പറയാൻ പറ്റും. അബറേഷൻസ്, വേരിയേഷൻസ്, അപ്പോൾ അതങ്ങനെയാണ്, അത് വേറൊരു തരത്തിൽ പെട്ടുകയാണ്, അല്ലെങ്കിൽ അത് എലൈറ്റ് ക്ലാസ്സിൽ പെടുന്നതല്ല എന്ന് പറയാനുള്ള ഒരു ടെൻഡൻസി ഓഫ് ദി വെസ്റ്റേണേഴ്സ് ഓർ ദി എലൈറ്റ് കൾച്ചർ, അതിനെയാണ് ഇവർ ചലഞ്ച് ചെയ്യുന്നത്. അവർ പറയുന്നത് അങ്ങനെ സെൻറ്ററൊന്നുമില്ല, ഒരു ദിവസം ഇതന്നെയാണ്. നമുക്ക് ആർക്കും ഹ്യൂമൻ ബീയിങ്സ്, ഹ്യൂമാനിറ്റി ഇൻ ജനറൽ, വി ആർ ഹെൽപ്ലെസ്, പ്ലീസ് ഐഡൻറ്റിഫൈ വിത്ത് ദാറ്റ് ഓർ പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഫാക്ട് എന്ന് പല രീതിയിലുള്ള ഡീകൺസ്ട്രക്ഷൻ പ്രോസസ്സിലൂടെ ഇവർ മനസ്സിലാക്കണം. അതിന് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് എന്താണ്? റീഇൻ്റർപ്രിട്ടേഷൻസ് ഓഫ് ടെക്സ്റ്റ് ഓർ റിവിഷൻസ് ഓഫ് ടെക്സ്റ്റ്. അതിലൂടെയാണ് ഇവർ നമ്മളെ മനസ്സിലാക്കി തരുന്നത്. അത്രമാത്രം നമ്മൾ ഇത്രകാലം വിചാരിച്ചിരുന്നത് ഈ പർട്ടിക്കുലർ ക്യാരക്ടർ ഹീറോ ആണ്, ഇപ്പോൾ മനസ്സിലായി. അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ രീതിയിൽ വേറെ രീതിയിൽ നോക്കുമ്പോൾ അറിയുന്ന ആൾക്കാർ ചെയ്യുന്ന കാര്യങ്ങളൊന്നും നമ്മളെ യുക്തിക്ക് നിരക്കുന്നതോ അല്ലെങ്കിൽ ജസ്റ്റിസിൽ എൻ്റെ അണ്ടറിൽ വരുന്നതോ അല്ല. സോ ഹൗ ക്യാൻ യു ടോക്ക് ദാറ്റ് പേഴ്സൺ ടു ബി ട്രൂ ടു ഹാർട്ട്, അല്ലെങ്കിൽ ട്രൂ ടു ദ കോർ? ഇറ്റ്സ് ഇംപോസിബിൾ. ഈ രീതിയിലാണ് ഇവരെ ചലഞ്ച് ചെയ്യുന്നത്. ഓക്കെ.